മോവാബിന്റെ രാജാവിന് ഇസ്രയേലിനെക്കുറിച്ച് വലിയ ഭയം തോന്നി. അതിനാൽ ബാലാം എന്ന പ്രവാചകനെ വിളിച്ചു വരുത്തി ദൈവത്തിന്റെ ജനത്തെ ശപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം ബാലാം നിരസിച്ചു. കാരണം ദൈവം ഇതിനകം പറഞ്ഞിരുന്നു, ഈ ജനത്തെ നീ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ കൂടുതൽ പണവും ബഹുമാനവും വാഗ്ദാനം ചെയ്തപ്പോൾ ബാലാം ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. അവൻ തൻ്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വിചിത്രമായ ഒരു സംഭവം സംഭവിച്ചു. കഴുത പെട്ടെന്ന് വഴിയിൽ നിന്ന് മാറി. ശേഷം ബാലാമിൻ്റെ കാൽ മതിലിനോട് ചുരണ്ടി. അവസാനം അത് അവൻ്റെ കീഴിൽ കിടന്നു. ബാലാം കോപത്തോടെ കഴുതയെ അടിച്ചു. പക്ഷേ ബാലാം കാണാത്തത് കഴുത കണ്ടിരുന്നു, വാളുമായി വഴിയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനെ. അപ്പോൾ ദൈവം കഴുതയുടെ വായ് തുറന്നു. കഴുത ചോദിച്ചു, എന്നെ ഈ 3 പ്രാവശ്യം അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ശേഷം ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ ദൂതനെ കണ്ടു. അപ്പോൾ അവൻ മനസ്സിലാക്കി, തൻ്റെ ജീവൻ രക്ഷിച്ചതാണ് ആ കഴുത. ചിലപ്പോൾ ദൈവം നമ്മെ നിർത്താനും വഴി കാട്ടാനും സംരക്ഷിക്കാനും അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നാം കേൾക്കുന്നുണ്ടോ?